Dear students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഗെയിം തിയറി ആണ്. അതായത് ഇവിടെ നമ്മൾ ഗെയിം തിയറി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് അതെന്തായിട്ട് വരുന്നത്, ഒരു ഗെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ആ കോമ്പറ്റേറ്റേഴ്സിൻ്റെ കോമ്പറ്റിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗെയിം എന്ന് പറയുന്നതിലേക്ക് ആവുന്നത്. ബിസിനസ് ഫീൽഡായാലും അല്ലെങ്കിൽ ഇക്കണോമിക്കൽ ഫീൽഡായാലും ഒരു ആക്ടിവിറ്റി അതിൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒരു കോമ്പറ്റിംഗ് സൊല്യൂഷനിലേക്ക് വരുമ്പോഴാണ് ഈ ഗെയിം തിയറി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗെയിം തിയറി എന്ന് പറയുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? കോമ്പറ്റിംഗ് സിറ്റുവേഷനിലാണ് ഈ ഗെയിം തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കോമ്പറ്റിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പോസിങ് പാർട്ടീസ് ഉണ്ടെങ്കിലാണ് ആ സിറ്റുവേഷനെ നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോമ്പറ്റിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ ഒരു കോമ്പറ്റിംഗ് സിറ്റുവേഷൻ ഉണ്ടാവുകയും ഓപ്പോസിറ്റ് പ്ലെയേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനെയാണ് കോമ്പറ്റിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നതും. അപ്പോഴാണ് നമുക്ക് ഗെയിം തിയറി എന്ന് പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം സിറ്റുവേഷൻസ് ഈ കോമ്പറ്റിംഗ് സിറ്റുവേഷൻ ഉണ്ട്. അതിൽ കൂടുതലായിട്ട് ഇക്കണോമിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ ബിസിനസ് ഫീൽഡും ഈ സെയിം സിറ്റുവേഷൻ, അതായത് കോമ്പറ്റിംഗ് സിറ്റുവേഷൻ നമുക്ക് ഡെയിലി ലൈഫിൽ കാണാവുന്നതാണ്. യൂഷ്വലായിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ആൻഡ് ലേബർ റിലേഷൻസ്, പൊളിറ്റിക്കൽ ബാറ്റിൽസ്, എലക്ഷൻസ്, വാർ, ഈ എക്സാമ്പിളൊക്കെ നമുക്ക് കോമ്പറ്റിംഗ് സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇക്കണോമിക് ആൻഡ് ബിസിനസ് ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ഇക്കണോമിക് ആൻഡ് ബിസിനസ് ആക്ടിവിറ്റീസിൽ എപ്പോഴും നമുക്ക് എന്തിനെ ഫേസ് ചെയ്യേണ്ടി വരും? ഈ കോമ്പറ്റിംഗ് സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഗെയിം തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ തിയറി ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ മാത്തമെറ്റിക്കൽ തിയറി. ഈ തിയറി എന്തായിട്ട് പറയാം? മാത്തമെറ്റിക്കൽ തിയറി ആയിട്ട് പറയാം, വിച്ച് ഡീൽസ് വിത്ത് ദ കോമ്പറ്റിംഗ് സിറ്റുവേഷൻസ്. അപ്പോൾ കോമ്പറ്റിംഗ് സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യുന്ന ഒരു തിയറിനെയാണ് ഗെയിം തിയറി, അല്ലെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യുന്നത് മാത്തമെറ്റിക്കൽ തിയറിയാണ്. So it is a type of decision theory which is concerned with the decision making in situations where two or more rational opponents are involved under conditions of competition and conflicting interest. Interest conflicting ആവുകയും അവിടെ ഒരു കോമ്പറ്റീഷൻ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോഴാണ് അതിലൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോഴാണ് ഇവിടെ എന്ത് വരുന്നത്? ഗെയിം തിയറി എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഗെയിം തിയറിയിൽ ഡിസിഷൻ മേക്കിംഗ് ആണ്, അതോടൊപ്പം തന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കാം, കോമ്പറ്റിംഗ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ഇത് ജനറലായിട്ട് സ്റ്റാർട്ട് ചെയ്തത് 1944 തിയറി ഓഫ് ഗെയിംസ് ആൻഡ് ഇക്കണോമിക് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ബുക്ക്. അത് ആരാണ് എഴുതിയിട്ടുള്ളത്? ന്യൂമാനും അതുപോലെ തന്നെ മോർഗൻ സ്റ്റേണും കൂടി എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതോട് കൂടിയിട്ടാണ് ഈ ഗെയിം തിയറിക്ക് ഇത്രയും പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് വന്നതും അതുപോലെ തന്നെ ഇക്കണോമിക് ആൻഡ് ബിസിനസ് ഫീൽഡിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പം നമുക്ക് ജസ്റ്റ് ഗെയിം തിയറിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ബിറ്റ്വീൻ 2 or more പേഴ്സൺ. ഗെയിം തിയറി എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയിൽ എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കണം? 2 or അതിലധികമോ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കണം. അക്കോർഡിംഗ് ടു എ സെറ്റ് ഓഫ് റൂൾസ്. ഒരു ഗെയിം ചെയ്യുമ്പോൾ അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം, അത് സെറ്റ് ചെയ്തിരിക്കണം. At the end of which each person receives some benefit or satisfaction or suffers a loss. ഇതിൽ വരുന്ന പ്ലെയേഴ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നതിൽ ഒരാൾക്ക് വിജയം അല്ലെങ്കിൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ, വേറൊരാൾക്ക് എന്ത് വരും? ലോസ് വരും. അപ്പോൾ 2 ഔട്ട്കം ആണ് വരുന്നത്, ഒരു വിജയവും ഒരു തോൽവിയും വരും. അപ്പോൾ ഗെയിംസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ബിറ്റ്വീൻ 2 പാർട്ടീസ്, ഒന്നിൽ കൂടുതൽ പാർട്ടീസ്, അക്കോർഡിംഗ് ടു എ സെറ്റ് ഓഫ് റൂൾസ്, ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം. അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ഈച്ച് പേഴ്സൺ, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പേഴ്സൺസിനും എന്ത് കിട്ടും? റിസീവ്സ് സം ബെനിഫിറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓർ സഫേഴ്സ് ലോസ്. ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, ഗെയിൻ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും ലഭിക്കുക? ലോസ് ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഗെയിംസ്. Therefore, in a game, there are 2 or more opposite parties with a conflicting interest. ഇവർക്ക് ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടായിരിക്കണം? ഒരു കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ.
ഒരു ഗെയിം കളിക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. They know the objectives and the rules of the game. അതോടൊപ്പം തന്നെ ആ ഗെയിമിൽ എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ച് എല്ലാ പാർട്ടിസിപ്പൻസിനും അറിഞ്ഞിരിക്കണം. An experienced player usually predicts with accuracy how his opponent will react if a particular strategy is adopted. ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ് എന്നുണ്ടെങ്കിൽ ആ പ്ലെയർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എൻ്റെ ഒപ്പോസ് ചെയ്യുന്ന പാർട്ടി ഏത് ടാക്ടിക്സ് ആണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർക്ക് അറിയാനായിട്ട് സാധിക്കും. വെൻ വൺ പ്ലെയർ വിൻസ് ഹിസ് ഒപ്പോണൻറ്റ് ലൂസസ്. ഒരു ആൾ വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻ്റായിട്ട് നിൽക്കുന്ന ആളിന് എന്ത് സംഭവിക്കും? തോൽവിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഗെയിം തിയറിയിൽ പറയുന്ന ഫീച്ചേഴ്സ് എന്തായിരിക്കണം? ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായിരിക്കണം. ഒരു പ്ലെയർ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്ലെയറും കൂടി ഉണ്ടായിരിക്കണം. രണ്ട് പേരും എന്ത് ചെയ്തിരിക്കണം? ഇതിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിരിക്കണം. ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണെങ്കിൽ അദ്ദേഹത്തിന് വേറൊരാളുടെ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്ന പ്ലെയറുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് ഉണ്ടാകുക എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഒരാൾ വിജയിക്കുമ്പോൾ മറ്റൊരാൾ എന്ത് ചെയ്യേണ്ടി വരും? സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് പറയാനുള്ളത്, എവറി പ്ലേ ഈസ് അസോസിയേറ്റഡ് വിത്ത് എൻ ഔട്ട്കം നോൺ ആസ് പേ ഓഫ്. ഇവിടെ ഔട്ട്കം എന്ന് പറയുന്നതിന് നമുക്കിവിടെ എന്തായിട്ട് പറയാം? പേ ഓഫ് ആയിട്ട് പറയാം. ഇറ്റ് ഡിറ്റർമിൻസ് എ സെറ്റ് ഓഫ് പേയ്മെൻറ്റ്സ്. പേ ഓഫ് എന്ന് പറയുന്നതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ആ പേ ഓഫ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പേയ്മെൻ്റ് ആണ്. ഒരു ഔട്ട്കം എന്ന് പറയുന്നതിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? പേയ്മെൻ്റ് ആയിട്ട് പറയാം. ദ പേ ഓഫ് ഈസ് ഫിക്സഡ് ആൻഡ് ഡിറ്റർമിൻ ഇൻ അഡ്വാൻസ്. ഈ പേ ഓഫ് ചെയ്യുന്നത് ഔട്ട്കം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, അത് അഡ്വാൻസ് ആയിട്ട് തന്നെ ഡിറ്റർമിൻ ചെയ്തിരിക്കും. അപ്പോൾ പേ ഓഫ് എന്ന് പറയുന്നത് ദ ഔട്ട്കം ഓഫ് എ ഗെയിം ഇൻ ദ ഫോം ഓഫ് ഗെയിൻസ് ഓർ ലോസസ് ടു ദ കോമ്പറ്റിംഗ് പ്ലെയേഴ്സ് ഫോർ ചൂസിങ് ഡിഫറെൻറ്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ് പേ ഓഫ്. ഇവിടെ പേ ഓഫ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗെയിമിൻ്റെ ഔട്ട്കം. ആ ഔട്ട്കം എന്ന് പറയുന്നത് ഐദർ ഇറ്റ് ഈസ് എ ഗെയിൻ ഓർ ലോസ്. ഗെയിനോ ലോസോ ആവാം. അതാണ് നമ്മുടെ ഔട്ട്കം. ആ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റിംഗ് പ്ലെയർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റുകളിൽ അവർക്ക് എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാം? പേ ഓഫ് എന്ന് പറയാം. So the outcome of a game in the form of gains or loss, gain or loss ആവാം, to the competing players for choosing different course of action is known as pay off. ഓരോ ആക്ഷനിലും എന്തൊക്കെയാണ് ഗെയിൻ ചെയ്യുന്നത്, എന്താണ് ലൂസ് ചെയ്യുന്നത്, അതിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത്. ഈ പേ ഓഫുകൾ നമ്മൾ എന്ത് ഫോമാറ്റിലേക്ക് ആക്കണം? ഒരു മെട്രിക്സ് ഫോമാറ്റിലേക്ക് ആക്കണം. അപ്പോൾ എന്താണ് ഈ പേ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്? ഇൻ എ ഗെയിം ദ ഗെയിൻസ് ആൻഡ് ലോസസ് റിസൾട്ടിംഗ് ഫ്രം ഡിഫറെൻറ്റ് മൂവ്സ് ആൻഡ് counter moves when represented in the form of a matrix is known as payoff matrix. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഔട്ട്കമ്മിൽ ചിലപ്പോൾ ഗെയിൻ ഉണ്ടായിരിക്കാം, ലോസ് ഉണ്ടായിരിക്കാം. ഈ ഗെയിമിൽ വരുന്ന ഗെയിനും ലോസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ മൂവിലും, ഓരോ പ്രാവശ്യം, ഓരോ ചുവട് വയ്ക്കുമ്പോഴും, ഓരോ ലാപ്പിലും എന്തുണ്ടായിരിക്കും? ഒരു ഔട്ട്കം ഉണ്ടായിരിക്കും. ആ ഔട്ട്കമ്മിനെ നമ്മൾ ഒരു മെട്രിക്സിൻ്റെ ഫോർമാറ്റിലേക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പേ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഈച്ച് എലമെൻറ്റ് ഓഫ് ദ പേ ഓഫ് മെട്രിക്സ് ഈസ് ദ ഗെയിൻ ഓഫ് ദ മാക്സിമൈസിംഗ് പ്ലെയർ വെൻ എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് action is chosen by him as against the course of action chosen by the opponent. ഒരു എതിർകക്ഷി വയ്ക്കുന്ന, അപ്പം നമ്മൾ ചെസ്സൊക്കെ കളിക്കുമ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു എതിർ പാർട്ടി വെക്കുന്നതിന് കൗണ്ടറായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇത് ഏതാണോ നമ്മൾ കളിക്കുന്ന ഒരു മാക്സിമൈസിങ് പ്ലെയർ ചെയ്യുന്ന ഒരു അറ്റംപ്റ്റിനെയാണ് നമ്മളിവിടെ പേ ഓഫ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറയുന്നുണ്ട്, എലമെൻറ്റ് ഓഫ് ദ പേ ഓഫ് മെട്രിക്സ് ഈസ് ദ ഗെയിൻ ഓഫ് ദ മാക്സിമൈസിങ് പ്ലെയർ. ആരാണോ മാക്സിമൈസിങ് പ്ലെയർ അയാളുടെ ഗെയിൻ എപ്പോഴാണ്? ഒപ്പോണൻ്റ് ചെയ്യുന്ന ഒരു മൂവ് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗെയിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? പേ ഓഫ് എന്ന് പറയുന്നത്. സോ ഗിവൺ ബിലോ ഈസ് പേ ഓഫ് മെട്രിക്സ്. പേ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, എ എന്ന് പറയുന്ന പ്ലെയർ, എ ഈസ് ദ മാക്സിമൈസിങ് പ്ലെയർ ആൻഡ് ബി ഈസ് ദ മിനിമൈസിങ് പ്ലെയർ. അവിടെ വന്നിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് 2 - 3 to 0 1. ഇതിൽ മാക്സിമൈസിങ് എ പ്ലെയർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ആരാണ്? മിനിമൈസിങ് പ്ലെയർ ആണ്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റാവുന്നത്, an element in the matrix
is the gain for A when chooses a course of action against which B chooses another course of action. B എന്ന് പറയുന്ന മിനിമൈസിങ് പ്ലെയർ ഒരു ആക്ഷൻ ചെയ്യുന്നത് മൂലം മാക്സിമൈസിങ് പ്ലെയർക്ക് ഒരു ഗെയിൻ ലഭിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? മാക്സിമൈസിങ് പേ ഓഫ് മെട്രിക്സ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ടേം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വാല്യൂ ഓഫ് ദ ഗെയിം ആണ്. എന്തിനെയാണ് വാല്യൂ ഓഫ് ദ ഗെയിം എന്ന് പറയുന്നത്? നമുക്ക് മാക്സിമം ഗ്യാരണ്ടീഡ് ഗെയിനെ നമുക്ക് എന്തായിട്ട് പറയാം? വാല്യൂ ഓഫ് ദി ഗെയിം എന്ന് പറയാം. ദ വാല്യൂ ഓഫ് ദി ഗെയിം ഈസ് ദ മാക്സിമം ഗ്യാരണ്ടീഡ് ഗെയിൻ ടു ദ മാക്സിമൈസിങ് പ്ലെയർ ഇഫ് ബോത്ത് ദ പ്ലെയേഴ്സ് യൂസ് ദെയർ ബെസ്റ്റ് സ്ട്രാറ്റജീസ്. രണ്ട് പ്ലെയേഴ്സും അവരുടെ ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാക്സിമൈസിങ് പ്ലെയർക്ക് കിട്ടുന്ന മാക്സിമം ഗ്യാരണ്ടീഡ് ഗെയിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? വാല്യൂ ഓഫ് ദ ഗെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സ്പെക്റ്റഡ് പേ ഓഫ് എ പ്ലേ വെൻ ഓൾ ദ പ്ലെയേഴ്സ് ഓഫ് ദ ഗെയിം ഫോളോ ദെയർ ഒപ്റ്റിമൽ സ്ട്രാറ്റജീസ്. ഇവിടുത്തെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ബെസ്റ്റ് സ്ട്രാറ്റജി രണ്ട് പ്ലെയറും അറ്റംപ്റ്റ് ചെയ്യുമ്പോഴാണ് വാല്യൂ ഓഫ് ദ ഗെയിനിൽ മാക്സിമം ഗ്യാരണ്ടീഡ് ഗെയിൻ വരുന്നത്. ഇവിടെ വരുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്ന് പറയുന്നത് ഒരു പ്ലേയിൽ എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്ന് പറയുന്നത് ഓൾ ദ പ്ലെയേഴ്സ് ഓഫ് ദ ഗെയിം ഫോളോ ദെയർ ഒപ്റ്റിമൽ സ്ട്രാറ്റജീസ്. അവരുടെ സ്ട്രാറ്റജീസ് ഒപ്റ്റിമൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ മാക്സിമം ഗ്യാരണ്ടീഡ് ഗെയിൻ എന്ന് പറയുന്ന വാല്യൂ ഓഫ് ദി ഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ്? എന്തിനെയാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? എ സ്ട്രാറ്റജി ഓഫ് എ പ്ലെയർ ഈസ് ദ പ്രീ ഡിറ്റർമിൻഡ് റൂൾ ബൈ വിച്ച് എ പ്ലെയർ ഡിസൈഡ്സ് ഹിസ് കോഴ്സ് ഓഫ് ആക്ഷൻ ഡ്യൂറിങ് ദ ഗെയിം. ഒരു പ്ലെയർ മുൻകൂട്ടി കണ്ടുകൊണ്ട് തീരുമാനിക്കുന്ന ഒരു ആക്ഷനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദ സ്ട്രാറ്റജി ഓഫ് എ പ്ലെയർ ഈസ് ദ പ്രീ ഡിറ്റർമിൻഡ് റൂൾ, മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു റൂള് ബൈ വിച്ച് എ പ്ലെയർ ഡിസൈഡ്സ് ഹിസ് കോഴ്സ് ഓഫ് ആക്ഷൻ ഡ്യൂറിങ് ദ ഗെയിം. ഈ ഒരു ഗെയിമിൽ എന്തൊക്കെ ടാക്ടിക്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ആ ടാക്ടിക്സ് പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത്. That is, a strategy for a given player is a set of rules or programs that specify which of the available course of action he should select at each play. ഓരോ കളിയിലും ആ പ്ലെയർ എന്തൊക്കെ ടാക്ടിക്സ് ആണ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, എന്തൊക്കെ മൂവാണ് അവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് ആ ഗെയിമിൻ്റെ റൂളും അതുപോലെ തന്നെ അതിൻ്റെ പ്രോഗ്രാമിനെ സ്പെസിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ മാത്രമേ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ? സ്ട്രാറ്റജി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. രണ്ട് തരത്തിലുള്ള സ്ട്രാറ്റജീസ് ആണുള്ളത്, പ്യുവർ സ്ട്രാറ്റജിയും അതുപോലെ തന്നെ മിക്സഡ് സ്ട്രാറ്റജിയും. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയറുടെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനെ നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നു. ആ സ്ട്രാറ്റജീനെ എപ്പോഴാണ് പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? A pure strategy is a decision in advance of all plays always to choose a particular course of action. എല്ലാ സമയവും ഒരുപോലെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ തീരുമാനിച്ച് വയ്ക്കുന്ന സ്ട്രാറ്റജിനെയാണ് പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടായാൽ നമ്മളുടെ ആ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കും പുറത്തെടുക്കുന്നുണ്ടായിരിക്കുക. അത് പ്രീ ഡിറ്റർമിൻഡ് ആണ്. ആ സ്ട്രാറ്റജീനെ നമ്മൾ എന്തായിട്ട് പറയുന്നു? പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമിൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. ദ പ്ലെയർ നോസ് ഇറ്റ് ഇൻ അഡ്വാൻസ്. ഇത് പ്രീ ഡിറ്റർമിൻഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലെയർക്ക് എന്തായിരിക്കും? അഡ്വാൻസ് ആയിട്ട് തന്നെ എന്ത് മൂവാണ്, എന്ത് സ്ട്രാറ്റജിയാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയാം. അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജിയെ എന്തായിട്ട് പറയുന്നു? പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുന്നു. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണ്? മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എ പ്ലെയർ ഈസ് സെറ്റ് ടു അഡോപ്റ്റ് മിക്സഡ് സ്ട്രാറ്റജി വെൻ ഹി ഡസ് നോട്ട് അഡോപ്റ്റ് എ സിംഗിൾ സ്ട്രാറ്റജി ഓൾ ദ ടൈം ബട്ട് വുഡ് പ്ലേ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഈച്ച് അറ്റ് എ സർട്ടൻ ടൈം. ഓരോ മൂവ്മെൻറ്റിനനുസരിച്ച് കൊണ്ട് നേരത്തെ തീരുമാനിക്കാതെ ആ സമയത്ത് നമ്മൾ കാണിക്കുന്ന റിയാക്ഷൻ മൂവ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു കളിയിൽ എടുത്തിരിക്കുന്ന ആ സ്ട്രാറ്റജി പിന്നീട് ചിലപ്പോൾ അപ്ലൈ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് അത് പ്രീ ഡിറ്റർമിൻഡ് അല്ല. അപ്പോഴത്തെ മൂവ്മെൻറ്റിനനുസരിച്ച് കൊണ്ട് എടുക്കുന്നൊരു സ്ട്രാറ്റജി ആണെങ്കിൽ ആ സ്ട്രാറ്റജീനെ നമ്മൾ എന്ത് പറയുന്നു? മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നു. സോ എ മിക്സഡ് സ്ട്രാറ്റജി ഇസ് എ ഡിസിഷൻ ടു ചൂസ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ ഈച്ച് പ്ലേ ഇൻ അക്കോർഡൻസ് വിത്ത് സം പർട്ടിക്കുലർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ മിക്സഡ് സ്ട്രാറ്റജി വരുന്നത്.
അതായത് ഓപ്പോസിറ്റ് പാർട്ടി ആ സമയത്ത് കാണിച്ചിട്ടിരിക്കുന്ന ഒരു മൂവ്മെൻറ്റിനനുസരിച്ച് കൊണ്ട് നമ്മളൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുകയാണ്. അത് ഒരിക്കലും എന്തല്ല, മുൻകൂട്ടി തീരുമാനിച്ചതല്ല, അതൊരു സിംഗിൾ സ്ട്രാറ്റജിയാണ്. അത് പിന്നീട് വരുന്ന കളികളിലോ മുമ്പ് കളിച്ചിട്ടുള്ള കളിയിലോ അറ്റംപ്റ്റ് ചെയ്തതാകണമെന്ന് നിർബന്ധം ഇല്ല. ബട്ട് വുഡ് പ്ലേ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഈച്ച് അറ്റ് എ സർട്ടൻ ടൈം. ഒരു കളിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രാറ്റജിനെയാണ് എന്ത് പറയുന്നത്, മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. In a mixed strategy, we cannot definitely say which course of action the player will choose. അതുകൊണ്ട് തന്നെ ഏതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കായാലും ഈ പ്ലെയർ എന്ത് മൂവ്മെൻ്റ് ആണ്, എന്ത് സ്ട്രാറ്റജി ആണ് എടുക്കണത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കാനായിട്ട് പറ്റില്ല. അതായത് അയാൾ യൂസ് ചെയ്യുന്നത് എന്താണ്, മിക്സഡ് സ്ട്രാറ്റജിയാണ്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ പ്യൂർ സ്ട്രാറ്റജി ആണെങ്കിൽ ഓൾവേസ് ആ പ്ലെയർ എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, ആ സ്ട്രാറ്റജി തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നമുക്ക് രണ്ട് തരത്തിലുള്ള സ്ട്രാറ്റജി ഉണ്ട്, പ്യുവർ സ്ട്രാറ്റജിയും അതുപോലെ തന്നെ മിക്സഡ് സ്ട്രാറ്റജിയും. ഇതിലെ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എടുക്കുകയും മാക്സിമം ഗ്യാരണ്ടീഡ് ഗെയിൻ കിട്ടത്തക്ക വിധത്തിലുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, വാല്യൂ ഓഫ് ദി ഗെയിം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മാക്സിമൈസിങ് പ്ലെയറും അതുപോലെ തന്നെ മിനിമൈസിങ് പ്ലെയറിനെ കുറിച്ചിട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. ആരെയാണ് നമ്മളിവിടെ മാക്സിമൈസിങ് പ്ലെയർ എന്ന് പറയുന്നത്? The outcome of a game result into a gain for A. എ എന്ന് പറയുന്ന പ്ലെയർക്കാണ് നമ്മളുടെ ഗെയിമിൽ ഔട്ട്കം വരുമ്പോൾ ഗെയിൻ ചെയ്യുന്നത്, ആ ആളെ നമ്മൾ എന്തായിട്ട് പറയുന്നു, മാക്സിമൈസിങ് പ്ലെയർ ആയിട്ട് പറയുന്നു. ഞാൻ എക്സാമ്പിൾ പറയാം. ഇഫ് ദർ ആർ 2 players എ ആൻഡ് ബി, 2 players ഉണ്ട്, എയും ബിയും. അതിൽ പേ ഓഫ് ചെയ്യുന്നത് the payoff given in a payoff matrix indicates gains to A for each possible outcome of the game. ആ മെട്രിക്സിൽ കാണിക്കുന്നത് എ എന്ന് പറയുന്ന പ്ലെയറുടെ മാക്സിമം ഔട്ട്കംസ് ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഗെയിൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈച്ച് ഔട്ട്കം ഓഫ് എ ഗെയിം റിസൾട്ട് ഇൻ എ ഗെയിൻ ഫോർ എ. അപ്പോൾ എക്ക് കിട്ടുന്ന ഗെയിനുകളാണ് നമ്മൾ പേ ഓഫ് മെട്രിക്സിൽ കാണിച്ചിട്ടുണ്ടായിരിക്കുക. Usually each row of the payoff matrix indicates gains to A for that particular strategy. അപ്പോൾ നമ്മൾ പേ ഓഫ് മെട്രിക്സ് വരയ്ക്കുമ്പോൾ അതിൽ വരുന്ന ഈച്ച് റോനെ നമുക്ക് എന്തായിട്ട് പറയാം, അതിൽ കാണിക്കുന്നത് മുഴുവൻ എന്തായിരിക്കും, എ എന്ന് പറയുന്ന പ്ലെയറുടെ ഗെയിൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എ ഈസ് കോൾഡ് ദ മാക്സിമൈസിങ് പ്ലെയർ. അപ്പോൾ ഒരു പേ ഓഫ് മെട്രിക്സ് വരച്ചിട്ട് അതിൽ റോയിൽ വരുന്നതാണ് ആ ഗെയിമിലെ എ എന്ന് പറയുന്ന പ്ലെയറുടെ മാക്സിമം ഔട്ട്കംസ്. അപ്പോൾ അതിനെ ആ റോനെ നമുക്ക് എന്തായിട്ട് പറയാം, അല്ലെങ്കിൽ ആ റോയിൽ നിൽക്കുന്ന പ്ലെയറിനെ മാക്സിമൈസിങ് പ്ലെയർ എന്നും കോളത്തിൽ നിൽക്കുന്ന പ്ലെയറിനെ നമുക്ക് എന്തായിട്ട് പറയാം, മിനിമൈസിങ് പ്ലെയർ എന്ന് പറയാം. അപ്പോൾ എ എന്ന് പറയുന്ന പേഴ്സണാണ് മാക്സിമൈസിങ് പ്ലെയർ എന്നുണ്ടെങ്കിൽ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന ബി എന്ന് പറയുന്ന പ്ലെയർ ആയിരിക്കും മിനിമൈസിങ് പ്ലെയർ. അപ്പോൾ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി, പേ ഓഫ് മെട്രിക്സിൽ റോയിൽ വരികയാണെങ്കിൽ ആ മെട്രിക്സിനെ ആ പ്ലെയർ നമ്മൾ എന്ത് പറയും, മാക്സിമൈസിങ് പ്ലെയർ എന്നും, കോളത്തിൽ വരുന്ന പ്ലെയർ നമ്മൾ എന്തായിട്ട് പറയും, മിനിമൈസിങ് പ്ലെയർ എന്ന് പറയും. ഈ മിനിമൈസിങ് അതുപോലെ തന്നെ മാക്സിമൈസിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സാഡിൽ പോയിൻ്റ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ സാഡിൽ പോയിൻ്റ് നിശ്ചയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമിൻ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ മിനിമാക്സ് പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ് ഈ മാക്സിമിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു, റോയിൽ വരുന്ന ഔട്ട്കംസിൽ വരുന്നത് ആർക്കാണോ ആ പ്ലെയറെ നമ്മൾ എന്തായിട്ട് പറയുന്നു, മാക്സിമൈസിങ് പ്ലെയർ എന്ന് പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ എ എന്ന് പറയുന്നതാണ് മാക്സിമൈസിങ് പ്ലെയർ. അങ്ങനെ മാക്സിമൈസിങ് പ്ലെയർ എ ആണെങ്കിൽ he lists worst possible payoffs of all his potential strategies and chooses that strategy which corresponds to the best. This is maximum principle. അതിൽ വരുന്ന ആ മാക്സിമൈസ് ചെയ്യുന്ന പ്ലെയറിൽ വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ പേ ഓഫ്, അതായത് നമുക്ക് കിട്ടിയിരിക്കുക ഔട്ട്കംസ് എന്ന് പറയുന്നത് വേസ്റ്റ് പോസിബിൾ ആണെങ്കിൽ ആ സ്ട്രാറ്റജീനെ നമ്മൾ എന്ത് പറയുന്നു, മാക്സിമിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. അതേസമയം മിനിമൈസിങ് പ്ലെയർ അയാളുടെ ഔട്ട്കംസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം ലോസസ് വിച്ച് ഈച്ച് സ്ട്രാറ്റജി ആൻഡ് സെലക്ട് ദാറ്റ് സ്ട്രാറ്റജി വിച്ച് കറസ്പോണ്ട്സ് ടു ദ ലീസ്റ്റ്. മാക്സിമം ലോസസ് വരുന്നത് അതിൽ ലീസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മിനിമൈസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മിനിമാക്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. അപ്പം മാക്സിമിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാക്സിമൈസിങ് പ്ലെയറുടെ വേസ്റ്റ് പോസിബിൾ പേ ഓഫിൽ നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജീനെയാണ് മാക്സിമിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതേസമയം മിനിമാക്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാക്സിമം ലോസസിൽ ലീസ്റ്റ് വരികയാണെങ്കിൽ ഒരു മിനിമൈസ് പ്ലെയറുടെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, മിനിമാക്സ് പ്രിൻസിപ്പിളായിട്ട് എടുക്കുന്നു. ഇനി
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ്? സാഡിൽ പോയിന്റ് ആണ്. സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേ ഓഫും അതുപോലെ തന്നെ പേ ഓഫ് എന്ന് പറയുന്നതിൽ മാക്സിമിനും അതുപോലെ തന്നെ മിനിമാക്സും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ എ സാഡിൽ പോയിന്റ് ഓഫ് എ പേ ഓഫ് മെട്രിക്സ് ഈസ് ദാറ്റ് പൊസിഷൻ ഇൻ ദ പേ ഓഫ് മെട്രിക്സ് വേർ ദ മാക്സിമിൻ കോയിൻസൈഡ്സ് വിത്ത് എ മിനിമാക്സ്. അപ്പം മാക്സിമിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കിട്ടുന്ന വാല്യൂം അതുപോലെ തന്നെ മിനിമാക്സിൽ കിട്ടുന്ന വാല്യൂം തമ്മിൽ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. പേ ഓഫ് അറ്റ് ദ സാഡിൽ പോയിന്റ് ഈസ് ദ വാല്യൂ ഓഫ് ദി ഗെയിം. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ദ ഗെയിം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുകിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പേ ഓഫ് മെട്രിക്സിൽ എവിടെയാണോ ഈ മിനിമാക്സിൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ മാക്സിമിൻ എന്ന് പറയുന്ന പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സാഡിൽ പോയിന്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വാല്യൂ ഓഫ് ദ ഗെയിം എന്ന് പറയുന്നത്. So a game for each maximin for A equal to minimax for B. അവിടെ ഒരു ഇക്വാളിറ്റി വരുന്നുണ്ട്. എന്താണ് ഇക്വാളിറ്റി വരുന്നത്? ഒരു മാക്സിമിനിൽ എക്ക് കിട്ടുന്ന പോയിന്റ് ഒരു ഗെയിമിൽ മാക്സിമിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എ എന്ന് പറയുന്ന പ്ലെയർക്ക് കിട്ടുന്നത് ഈ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബി എന്ന് പറയുന്ന മിനിമൈസിങ് പ്ലെയറുടെ മിനിമാക്സ് ആയിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് ദ ഗെയിം വിത്ത് സാഡിൽ പോയിന്റ്. അതിനെയാണ് ആക്ച്വലായിട്ട് എന്തായിട്ട് പറയുന്നത്? സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. ദ എലമെൻറ്റ് അറ്റ് ദ സാഡിൽ പോയിന്റ് പൊസിഷൻ ഈസ് ദ വാല്യൂ ഓഫ് ദി ഗെയിം ഡിനോട്ടഡ് ബൈ വി. അപ്പം നമ്മൾ ഇവിടെ സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? വാല്യൂ ഓഫ് ദ ഗെയിം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിംസിൽ വരുന്ന മിനിമം ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഡെഫിനിഷനും എല്ലാ ടേംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം വേണ്ടത് നമുക്ക് ഗെയിം തിയറി എന്ന് പറയുന്ന പ്രോബ്ലം ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ട പോയിൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഗെയിം തിയറി എന്നും അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പേ ഓഫ് എന്ന് പറയുന്ന ടേമാണ് കറക്റ്റായിട്ട് അറിയേണ്ടത്. അതായത് മാക്സിമൈസിങ് പ്ലെയറുടെയും മിനിമൈസിങ് പ്ലെയറുടെയും ഒരു ഔട്ട്കംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പേ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ പേ ഓഫ് മെട്രിക്സിൽ നിന്നാണ് എന്തെടുക്കുന്നത്? മാക്സിമിൻ എന്ന് പറയുന്നതും മിനിമാക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നത്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റ് ആണ് നമുക്ക് സാഡിൽ പോയിന്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഓരോ സ്ട്രാറ്റജീസിൽ നിന്നാണ്, അത് പ്യുവർ സ്ട്രാറ്റജി ആയിരിക്കാം അല്ലെങ്കിൽ മിക്സഡ് സ്ട്രാറ്റജി ആയിരിക്കാം, അതിൽ നിന്നാണ് ഈ പേ ഓഫ് എന്ന് പറയുന്നതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ മാക്സിമൈസിങ് പ്ലെയറുടെ മാക്സിമിൻ വാല്യൂവും മിനിമൈസിങ് പ്ലെയറുടെ മിനിമാക്സ് എന്ന് പറയുന്ന വാല്യൂവും കൂടി ഈക്വലൈസ് ചെയ്യുന്ന പോയിന്റിനെയാണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഈ സാഡിൽ പോയിന്റ് ആണ് നമുക്ക് എന്തായിട്ട് പറയേണ്ടത്? വാല്യൂ ഓഫ് ദ ഗെയിം. അതായത് അതിലെ മാക്സിമം ക്വാണ്ടം ഗെയിം കിട്ടാനായിട്ട് ആ മാക്സിമൈസിങ് പ്ലെയർക്ക് കിട്ടാനുള്ള ചാൻസിനെയാണ് എന്തായിട്ട് പറയുന്നത്? വാല്യൂ ഓഫ് ദി ഗെയിം എന്ന് പറയുന്നത്. ഇത്രയും തിയറി വെച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഗെയിം തിയറിയുടെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് വരുന്ന കാര്യങ്ങൾ നമുക്ക് വഴിയെ ഓരോ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാവുന്നതാണ്. താങ്ക്സ്. സാഡിൽ പോയിന്റ് എന്താണെന്നും അതുപോലെ തന്നെ സ്ട്രാറ്റജി എന്താണെന്നും മിനിമാക്സ് പ്രിൻസിപ്പിളും മാക്സിമിൻ പ്രിൻസിപ്പിളും മനസ്സിലായി. ഇതൊന്നും കൂടി ക്ലിയർ ആകാനായിട്ടാണ് നമ്മളിനി 2 പ്രോബ്ലം എക്സാമ്പിൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം എടുക്കുന്നത് ആദ്യത്തെ മെത്തേഡായിട്ടുള്ള പ്യുവർ സ്ട്രാറ്റജി ഗെയിംസ് ആണ്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സാഡിൽ പോയിന്റ് ആണ്. സാഡിൽ പോയിന്റ് കണ്ടെത്താനായിട്ട് മാക്സിമിനും മിനിമാക്സും കിട്ടിയാൽ മാത്രമേ സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കാനും അത് തന്നെയായിരിക്കും എന്ത്? വാല്യൂ ഓഫ് ദ ഗെയിം. അതാണ് ഇപ്പോൾ തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. പേജ് നമ്പർ I6 ഒന്നാമത്തെ പ്രോബ്ലമാണ് ഞാൻ വായിക്കുന്നത്. ഫോർ ദ ഫോളോയിങ് പേ ഓഫ് മെട്രിക്സ് ഓഫ് ഫേം എ determine the optimal strategies for both the firms and the value of the game using maximin minimax principle. നമുക്ക് ഫേം എയുടെയും ഫേം ബിയുടെയും പേ ഓഫ് മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫേം എ, ഫേം ബി, ഇതാണ് മാക്സിമൈസിങ് പ്ലെയർ, ഇത് മിനിമൈസിങ് പ്ലെയർ, വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിറ്റർമിൻ ദ ഒപ്റ്റിമൽ സ്ട്രാറ്റജീസ്, ഒപ്റ്റിമൽ സ്ട്രാറ്റജി കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദി ഗെയിം മാക്സിമിൻ പ്രിൻസിപ്പിളും മിനിമാക്സ് പ്രിൻസിപ്പിളും ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫേം എ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് A1, A2, A3, A4. ഇതുപോലെ തന്നെ ഫേം ബിയുടെ B1, B2, B3, B4, B5. ഇവിടെ റോ ആൻഡ് കോളം സെയിം ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കിട്ടിയിരിക്കുന്ന മെട്രിക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മിനിമാക്സ് അതുപോലെ തന്നെ മാക്സിമിൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. ഇത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എ എന്ന് പറയുന്നതാണ് മാക്സിമൈസിങ് പ്ലെയർ, ബി എന്ന് പറയുന്നത് മിനിമൈസിങ് പ്ലെയർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, റോ മിനിമം ഈ A1, A2, A3, A4 എന്ന് പറയുന്ന 4 റോയിലെയും മിനിമം വാല്യൂസ് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് A1 എന്ന് പറയുന്ന വാല്യൂ എത്ര എണ്ണുണ്ട്, 3, -1, 4, 6, 7. ഇതിൽ ലോവസ്റ്റ് വാല്യൂ എന്താണ്, -1 ആണ്. അപ്പോൾ റോ മിനിമം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ A2 എന്ന് പറയുന്ന റോയിലെ വാല്യൂസ് ഏതൊക്കെയാണ്, -1, 8, 2, 4, 12. So which is the minimum value, that is -1, ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി A3 എന്ന് പറയുന്ന റോയില് 16, 8, 6, 14, 12. ഇതിൽ മിനിമം വാല്യൂ എത്രയാണ്, 6 ആണ്, ഞാനിവിടെ മാർക്ക് എഴുതിയിട്ടുണ്ട്. A4 എന്ന് പറയുന്ന റോയില് 1, 11, -4, 2, 1. So which is the minimum value, that is -4, ഞാൻ എഴുതി. അപ്പം നമ്മളിവിടെ റോൻ്റെ മിനിമം വാല്യൂ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി കോളം മാക്സിമൈസേഷൻ ആണ് പിന്നെ ചെയ്യേണ്ടത്. കോളം മാക്സിമൈസേഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഈ B1 എന്ന് പറയുന്ന കോളത്തിൽ ഹയസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. കോളം മാക്സിമം ആണ് എടുക്കേണ്ടത്. കോളം മാക്സിമം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, B1 എന്ന് പറയുന്നതിൽ 3 - 1 16, 1. അതിൽ ഹയസ്റ്റ് വാല്യൂ 16 ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. -1, 8, 8, 11. ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ്, 11 ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി B3യിൽ 4, 2, 6, -4. ഇതിൽ ഹയസ്റ്റ് 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. B4 6, 4, 42. ഹയസ്റ്റ് വാല്യൂ 14 ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി B5യിൽ 7, 12, 12, 1. 2 12 വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 12 ഹയസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 12 ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോ മിനിമം നമ്മൾ നോട്ട് ചെയ്തു, കോളം മാക്സിമം നോട്ട് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യുക, റോ മിനിമത്തിൽ ഹയസ്റ്റ് വരുന്നതാണ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. റോ മിനിമത്തിൽ ഹയസ്റ്റ് വന്ന വാല്യൂ ആയിട്ടുള്ള 6ൻ്റെ അവിടെയാണ് ഏരോ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി കോളം മാക്സിമത്തിൽ നമ്മൾ എടുക്കുന്നത് മിനിമം ആയിട്ടുള്ള വാല്യൂ ആണ്, മാക്സിമിൻ, മിനിമാക്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ കോളം മാക്സിമത്തിൽ നമ്മൾ എടുക്കുന്നത് ഏതാണ്, ഈ 6 ആണ്. സോ നമ്മുടെ മാക്സിമിൻ എന്ന് പറയുന്ന വാല്യൂം അതുപോലെ തന്നെ മിനിമാക്സ് എന്ന് പറയുന്ന വാല്യൂം എത്രയാണ്, 6 ആണ്. ഇവിടെ മിനിമാക്സും മാക്സിമിനും എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്, ഈ 6ഉം വരുന്നത് എവിടെയാണ്, ഇവിടെയാണ്. ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത്. സാഡിൽ പോയിന്റ് മീൻസ് ഏതാണ്, A3, B3. സാഡിൽ പോയിന്റ് A3, B3. A3 എന്ന് പറയുന്ന റോയില് B3 എന്ന് പറയുന്ന കോളത്തിലാണ് ഏത് വാല്യൂ നിൽക്കുന്നത്, ഈ 6 എന്ന് പറയുന്ന വാല്യൂ നിൽക്കുന്നുണ്ട്. സോ ദ സാഡിൽ പോയിന്റ് ഈസ് A3, B3. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഗെയിം, V = 6. നമുക്ക് വാല്യൂ ഓഫ് ദി ഗെയിം ഈ സാഡിൽ പോയിന്റ് ആണോ വാല്യൂ തന്നിരിക്കുന്നത്, ആ വാല്യൂവിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, വാല്യൂ ഓഫ് ദി ഗെയിം ആയിട്ട് എടുക്കാം. സോ V6. ക്ലിയർ? ഒരു എക്സാമ്പിളും കൂടിയും നിങ്ങൾക്ക് ഒന്നും കൂടിയും ക്ലിയർ ആവാനായിട്ട് എടുക്കാം. പേജ് നമ്പർ 18 I8 ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. എക്സാമ്പിൾ 6 ആണ്. ഞാൻ വായിക്കാം, പ്രോബ്ലം വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് വെറും മെട്രിക്സ് ആണ്. പ്രോബ്ലം തന്നിട്ടുള്ളത് സോൾവ് ദ ഗെയിം ഹൂസ് പേ ഓഫ് മെട്രിക്സ് ഈസ് ഗിവൺ ബിലോ. ഈ പേ ഓഫ് മെട്രിക്സ് തന്നിട്ടുള്ളതിൽ നിന്ന് സോൾവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് ഞാൻ വായിക്കാം. 93180, 65467, 24338, 56221. ഈ പ്രോബ്ലത്തിൽ
നമ്മുടെ ഫസ്റ്റ് റോ 93180 അതിലെ മിനിമം വാല്യൂ ആണ്. റോ മിനിമത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളത് 0. ഇനി 65467 ആ റോയിൽ മിനിമം ആയിട്ടുള്ള 4 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 24338 മിനിമം ആയിട്ടുള്ള 2 ഇവിടെ എഴുതിയിട്ടുണ്ട്. 56221 മിനിമം ആയിട്ടുള്ള 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് റോ മിനിമം കിട്ടി. ഇനി കോളം മാക്സിമം ഏതാണ് വരുന്നത്? 9625 ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 9 ആണ്. 3546 ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? ഹയസ്റ്റ് വാല്യൂ 6 ആണ്. 1432 ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 4 ആണ്. 8632 ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 8 ആണ്. 0781 ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 8 ആണ്. അപ്പം നമുക്ക് റോ മിനിമം കോളം മാക്സിമം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഇവിടെ 4ഉം ഇവിടെ 4ഉം വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മാക്സിമം എന്ന് പറയുന്നത് 4ഉം മിനിമാക്സ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് കിട്ടിയിട്ടുള്ളത്. സോ ദ സാഡിൽ പോയിന്റ് ഈസ് ഇവിടെയാണ് സാഡിൽ പോയിന്റ് വരുന്നത്. അതായത് സെക്കൻഡ് റോയില് തേർഡ് കോളത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ A1 A2 A3 A4 B1 B2 B3 B4 B5 കൊടുക്കുകയാണെങ്കിൽ ഈ സാഡിൽ പോയിന്റ് ഏതിലാണ് നിൽക്കുന്നത്? A2 B3 ആയിട്ടാണ് നിൽക്കുന്നത്. സോ സാഡിൽ പോയിന്റ് A2 B3 വാല്യൂ എത്രയാണ്? 4 ആണ്. ഇവിടെ വരുന്നത് ഓപ്റ്റിമൽ സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്റ്റിമൽ സ്ട്രാറ്റജി ഓഫ് ദി എ പ്ലെയർ ഇവിടെ എയും ഇവിടെ ബിയും ആണെങ്കിൽ ഓപ്റ്റിമൽ സ്ട്രാറ്റജി ഓഫ് എ പ്ലെയർ എന്ന് പറയുന്നത് എത്രയാണ്? A2ഉം ഓപ്റ്റിമൽ സ്ട്രാറ്റജി ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ്? B3ഉം ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം. മാക്സിമം 4ഉം മിനിമാക്സ് 4 ആണെങ്കിൽ സാഡിൽ പോയിന്റ് A2 B3 മീൻസ് എന്താണ്? ഓപ്റ്റിമൽ സ്ട്രാറ്റജി ഓഫ് എ എന്ന് പറയുന്നത് A2ഉം ഓപ്റ്റിമൽ സ്ട്രാറ്റജി ഓഫ് ബി എന്ന് പറയുന്നത് B3ഉം ആണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ഗെയിം? വാല്യൂ ഓഫ് ദ ഗെയിം ബി എന്ന് പറയുന്നത് ഏതാണ്? ഈ സാഡിൽ പോയിന്റിൽ വന്നിട്ടുള്ള വാല്യൂ 4 ആണ് നമ്മുടെ വാല്യൂ ഓഫ് ദി ഗെയിം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാഡിൽ തിയറി നമ്മൾ പറഞ്ഞിരുന്നു. സാഡിൽ പോയിന്റ് അതോടൊപ്പം തന്നെ നമുക്ക് വന്നിട്ടുള്ളത് എന്താണ്? സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മാക്സിമം പ്രിൻസിപ്പിളും മിനിമാക്സ് പ്രിൻസിപ്പിളാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. മാക്സിമം പ്രിൻസിപ്പിളും അതുപോലെ തന്നെ മിനിമാക്സ് പ്രിൻസിപ്പിളും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് സാഡിൽ പോയിന്റ് ആണ് കണ്ടെത്തിയത്. സാഡിൽ പോയിന്റിൽ നിന്ന് വാല്യൂ ഓഫ് ദി ഗെയിം വി എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തി. ഇപ്പം എല്ലാവർക്കും അത് ക്ലിയർ ആയില്ലേ? പ്യുവർ സ്ട്രാറ്റജി ഗെയിംസിൽ എങ്ങനെയാണ് സാഡിൽ പോയിന്റ് കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദി ഗെയിം വി എന്ന് പറയുന്നത് കണ്ടെത്തുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സഡ് സ്ട്രാറ്റജി ഗെയിംസ് ആണ്. നേരത്തെ നമ്മൾ എന്താണ് പ്യുവർ സ്ട്രാറ്റജി ഗെയിംസ് എന്നും അതുപോലെ തന്നെ മിക്സഡ് സ്ട്രാറ്റജി ഗെയിംസ് എന്നും പഠിച്ചിരുന്നു. അതായത് മിക്സഡ് സ്ട്രാറ്റജി ആണെങ്കിൽ ഒരു പ്ലെയർ അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ മൂവ്മെൻറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് മിനിമാക്സ് മാക്സിമം പ്രിൻസിപ്പിള് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്യുവർ സ്ട്രാറ്റജി ഗെയിംസിൽ നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന സെയിം സ്ട്രാറ്റജി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ പ്ലെയർ അപ്ലൈ ചെയ്യുന്നത് മിക്സഡ് സ്ട്രാറ്റജി ഗെയിംസ് ആണ്. പ്യുവർ സ്ട്രാറ്റജി ആണെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിരുന്നു, നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. 3 മെത്തേഡ്സ് ആണ് മിക്സഡ് സ്ട്രാറ്റജി ഗെയിംസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പ്രോബബിലിറ്റി മെത്തേഡ് അല്ലെങ്കിൽ ഈക്വൽ ഗെയിൻ മെത്തേഡ്, ഗ്രാഫിക് മെത്തേഡ്, ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി മെത്തേഡാണ്. എപ്പോഴാണ് നമുക്ക് പ്രോബബിലിറ്റി മെത്തേഡ് മിക്സഡ് സ്ട്രാറ്റജി ഗെയിംസ് ആണ് എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? അതിൽ 2 ഫീച്ചേഴ്സ് നമ്മളൊന്ന് നോട്ട് ചെയ്താൽ മതി. പ്രോബബിലിറ്റി മെത്തേഡ് ആണെങ്കിൽ ഒരു സാഡിൽ പോയിന്റ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ പേ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് 2 റോയും 2 കോളവും ഉള്ളതായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ മിക്സഡ് സ്ട്രാറ്റജി ഗെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുക? പ്രോബബിലിറ്റി മെത്തേഡാണ് അപ്ലൈ ചെയ്യുക. ഇവിടെ പ്ലേയേഴ്സ് മിക്സഡ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ സാഡിൽ പോയിന്റ് ഇല്ല, പേ ഓഫ് മെട്രിക്സ് 2 റോസും 2 കോളംസും വരുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഈ പ്രോബബിലിറ്റി മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രാറ്റജി A1 ഓഫ് A എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? പ്രോബബിലിറ്റി ആണ്. നിങ്ങൾ പ്രോബബിലിറ്റി UG ക്ലാസ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ സ്ട്രാറ്റജി A1 ഓഫ് A പ്ലെയർ എന്ന് പറയുന്നത് P ആക്കി എടുക്കുകയും രണ്ടാമത്തെ സ്ട്രാറ്റജി A2 ഓഫ് A പ്ലെയർ എന്ന് പറയുന്നത് 1 - P ആയിട്ട് എടുക്കണം. ഞാൻ വീണ്ടും പറയാം, A പ്ലെയറുടെ ഫസ്റ്റ് സ്ട്രാറ്റജി A1 എന്ന് പറയുന്നത് P ആക്കി എടുക്കുകയും A എന്ന് പറയുന്ന ആളുടെ രണ്ടാമത്തെ സ്ട്രാറ്റജി ആയിട്ടുള്ള A2 എന്ന് പറയുന്നത് 1 - P ആയിട്ട് എടുക്കണം. ഇതുപോലെ തന്നെ ഒപ്റ്റിമൽ സ്ട്രാറ്റജി B എന്ന് പറയുന്ന പ്ലെയറുടെ ആണെങ്കിൽ B1 എന്ന് പറയുന്ന സ്ട്രാറ്റജിനെ Q ആയിട്ടും B2 എന്ന് പറയുന്ന സ്ട്രാറ്റജിനെ 1 - Q ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. പേ ഓഫ് മെട്രിക്സിൽ 2 റോയും 2 കോളം ഉണ്ടായിരിക്കും. അതായത് A1 A2 B1 B2. A1 എന്ന് പറയുന്നത് A പ്ലെയറുടെ ഫസ്റ്റ് സ്ട്രാറ്റജി P ആണ്. അപ്പോൾ സെക്കൻഡ് സ്ട്രാറ്റജി A2 എന്ന് പറയുന്നത് 1 - P ആയിരിക്കും. അപ്പോൾ B1 എന്ന് പറയുന്നത് B എന്ന് പറയുന്ന പ്ലെയറുടെ ഫസ്റ്റ് സ്ട്രാറ്റജിയാണ്, അതിനെ Q ആക്കി എടുക്കുകയും B2 എന്ന് പറയുന്ന സെക്കൻഡ് സ്ട്രാറ്റജി ആരുടെയാണ്? B പ്ലെയറുടെ 1 - Q ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നതിന് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അതായത് 2 റോയും 2 കോളം എന്ന് പറയുന്ന മെട്രിക്സിനെ, പേ ഓഫ് മെട്രിക്സിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ABCD ഈ ഓർഡറിലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. ഫസ്റ്റ് സെല്ല് Aയും സെക്കൻഡ് സെല്ല് Bയും സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്നത് Cയും Dയും. അപ്പോൾ ABCD എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് എഴുതുമ്പോൾ A1 എന്ന് പറയുന്നതിന് നമുക്ക് എന്തായിട്ട് എഴുതാം? ഈ P ഇവിടേക്ക് എഴുതാം. അതായത് Aയുടെ ഫസ്റ്റ് സ്ട്രാറ്റജി A പ്ലെയറുടെ Pയും സെക്കൻഡ് സ്ട്രാറ്റജി 1 - P ആണ്. അതുപോലെ തന്നെ B പ്ലെയറുടെ ഫസ്റ്റ് സ്ട്രാറ്റജി Qവും സെക്കൻഡ് സ്ട്രാറ്റജി 1 - Q ആണ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് ഈ ഫോർമാറ്റിലേക്ക് ആക്കാനായിട്ട് സാധിച്ചു. ഇനി ഇതിൻ്റെ പ്രോബബിലിറ്റി ആണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ABCD. അപ്പോൾ X എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ABCD. ഇനി പ്രോബബിലിറ്റി മെത്തേഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ Aയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? PQ ആണ്. Bയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P × 1 - Q വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം. എയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P × Q. ഓക്കെ. ഇനി ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P × 1 - Q. നമുക്ക് വേണമെങ്കിൽ P - PQ എന്ന് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ എഴുതിയാലും മതി. ഇനി സി എന്ന് പറയുന്നതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1 - P × Q. 1 - P × Q. ഇനി ഡി എന്ന് പറയുന്ന എക്സ് വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 1 - P × 1 - Q. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് ABCD ആണെങ്കിൽ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി കറക്റ്റായിട്ട് കിട്ടിയില്ലേ? എയുടെ പ്രോബബിലിറ്റി PQ, ബിയുടെ പ്രോബബിലിറ്റി P × 1 - Q, സിയുടെ പ്രോബബിലിറ്റി 1 - P × Q, ദെൻ ഡിയുടെ പ്രോബബിലിറ്റി 1 - P × 1 - Q. ഇങ്ങനെ കിട്ടിയെന്ന് ഇവിടെ നോക്കിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? P × Q, P × 1 - Q, 1 - P × Q, 1 - P × 1 - Q. അങ്ങനെയാണ് പ്രോബബിലിറ്റി കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? X × പ്രോബബിലിറ്റി അതിലേക്ക് വരണം. അപ്പോൾ X × പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ XA ആണ്. PQ വരുമ്പോൾ എന്തായി? A × P × Q, ദാറ്റ് ഈസ് APQ. B × P × 1 - Q നമുക്ക് എന്തായിട്ട് എഴുതാം? BP × 1 - Q. ഇനി ഇവിടെ C 1 - P × Q നമുക്ക് എന്തായിട്ട് എഴുതാം? CQ 1 - P. ഡി എഴുതുമ്പോൾ 1 - P × 1 - Q. ഇവിടെ വരുമ്പോൾ എന്ത് വരും? D × 1 - P × 1 - Q. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയ കറക്ഷൻ ഉണ്ട്. ഈ ടേബിളിൽ ഇതുപോലെ നോക്കിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള വ്യത്യാസം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് എഴുതണം. D × 1 - P × 1 - Q ആണ് നമുക്ക് വരുന്നത്. ഈ ടേബിളിൽ നിന്ന് നമുക്ക് P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും കണ്ടെത്തണം. അതിനുശേഷം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വാല്യൂ ഓഫ് ദ ഗെയിം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ്? Pയും അതുപോലെ തന്നെ 1 - P ആണ്.
ക്യൂവും 1 - Q ആണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എയുടെയും എ എന്ന പ്ലെയറുടെയും ബി എന്ന പ്ലെയറുടെയും വരുന്നത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഇതിനെ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പി ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡി മൈനസ് സി, ന്യൂമറേറ്ററിൽ വരുന്നത് ഡി മൈനസ് സി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 3ലും സെയിം തന്നെയാണ് വരുന്നത് എ പ്ലസ് ഡി മൈനസ് ബി പ്ലസ് സി. ക്രോസ് ചെയ്തിട്ടൊന്ന് പഠിച്ചാൽ മതി. എ പ്ലസ് ഡി മൈനസ് ബി പ്ലസ് സി. അപ്പം നമുക്ക് പിയുടെ വാല്യൂ കിട്ടി. ക്യൂവിൻ്റെ വാല്യൂ കിട്ടാൻ നമ്മൾ ഡി മൈനസ് സി ചെയ്ത പോലെ തന്നെ ക്യൂവിൻ്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യണം? ഡി മൈനസ് ബി, ഡി മൈനസ് ബി, ഡി മൈനസ് ബി ഡിനോമിനേറ്റർ സെയിം തന്നെയാണ് എ പ്ലസ് ഡി മൈനസ് ബി മൈനസ് സി. ഓക്കെ, ഇനി വാല്യൂ ഓഫ് ദ ഗെയിം ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നാലേ സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. സാഡിൽ പോയിന്റ് ആണെങ്കിൽ ഇല്ല. നേരത്തെ നമ്മൾ പ്യുവർ സ്ട്രാറ്റജി മെത്തേഡിൽ സാഡിൽ പോയിന്റ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ വാല്യൂ ഓഫ് ദ ഗെയിം കണ്ടുപിടിച്ചിരുന്നത്. ഇവിടെ വാല്യൂ ഓഫ് ദി ഗെയിം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ ഡി മൈനസ് ബി സി ക്രോസ് ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്യാം. അത് തമ്മിലുള്ള വ്യത്യാസം എ ഡി മൈനസ് ബി സി ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം തന്നെയാണ് എ പ്ലസ് ഡി മൈനസ് ബി പ്ലസ് സി. ഓക്കെ, അപ്പം നമുക്ക് പിയും ക്യൂവും അതുപോലെ തന്നെ വി വാല്യൂ ഓഫ് ദി ഗെയിം കണ്ടുപിടിക്കാനായിട്ട് മനസ്സിലായി. ഈ പറയുന്ന കണക്ഷൻ കറക്റ്റായിട്ട് മനസ്സിലാവുകയും എങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവാനായിട്ട് പേജ് നമ്പർ I10 ഒരു പ്രോബ്ലം കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ 9 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന പേ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് -2 - 1 -2 - 1 2 - 3. എ എന്ന് പറയുന്ന പ്ലെയറുടെ A1 എന്ന് പറയുന്ന സ്ട്രാറ്റജി -2ഉം A2 എന്ന് പറയുന്ന സ്ട്രാറ്റജി 2 ആണ്. ഇനി ബി എന്ന് പറയുന്ന പ്ലെയറുടെ ഫസ്റ്റ് സ്ട്രാറ്റജി B1 എന്ന് പറയുന്ന സ്ട്രാറ്റജി -1ഉം സെക്കൻഡ് സ്ട്രാറ്റജി B2 എന്ന് പറയുന്നത് -3 ആണ്. നമുക്കതിനെ ഈ മെട്രിക്സ് ഫോർമാറ്റിലേക്ക് ആക്കാം ABCD. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നതിന് എന്ത് വാല്യൂ വരും? -2, ബി എന്ന് പറയുന്നതിന് -1, സി എന്ന് പറയുന്നതിന് 2, ഡി എന്ന് പറയുന്നതിന് -3. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ABCD ഫോർമാറ്റിലേക്കായിട്ട് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ കണ്ടെത്തി. ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സിൽ നിന്നാണ് എയും ബിയും സി ഡിയുടെയും വാല്യൂ കിട്ടിയിട്ടുള്ളത്. A -2, B -1, C 2, D -3. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പിയുടെ വാല്യൂ കണ്ടെത്താം. പിയുടെ വാല്യൂ കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡി മൈനസ് സി, ഡി എന്ന് പറയുന്നത് എന്താണ്? -3 മൈനസ് സി, സി എത്രയാണ്? 2. സോ -3 - 2, -3 - 2 നമുക്ക് എന്ത് കിട്ടി? -5 കിട്ടും. ദെൻ -2 പ്ലസ് -3 ഇപ്പം എത്ര വരും? -5 മൈനസ് -1 പ്ലസ് 2 അപ്പം എത്ര വരും? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ് വരുന്നത് അല്ലേ? അപ്പം -5 പ്ലസ് -6 ആണ് വരുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? -5 ഡിവൈഡഡ് ബൈ -6 കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആൻസർ 5 ഡിവൈഡഡ് ബൈ 6, അതായത് മേലെയും താഴെയും നമുക്ക് എന്താണ് വന്നിട്ടുള്ളത്? നമുക്ക് മൈനസ് വന്നതുകൊണ്ട് നമുക്ക് എന്തായിട്ട് എഴുതാം? 5/6 ആയിട്ട് എഴുതാം. പിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 5/6 കിട്ടി. ഇനി ക്യൂവിൻ്റെ വാല്യൂ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താണ്? ഡി മൈനസ് ബി ഓൾ ഡിവൈഡഡ് ബൈ എ പ്ലസ് ഡി മൈനസ് ബി പ്ലസ് സി. ഡി എന്ന് പറയുന്നത് എത്രയാണ്? -3. ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് -1, മൈനസ് ഓഫ് -1, -3 മൈനസ് ഓഫ് -1 എന്ന് പറയുമ്പോൾ എന്ത് വന്നു? -3 പ്ലസ് 1 വന്നു. സോ ദ ആൻസർ ഈസ് -2. ഇനി -2 ഇവിടെ എന്താണ് വരുന്നത്? എ പ്ലസ് ഡി. എ എന്ന് പറയുന്നത് എന്താ? -2 പ്ലസ് ഡി എന്ന് പറയുന്നത് എന്താ? -3. -2 പ്ലസ് -3 ദാറ്റ് ഈസ് -5. ഇനി മൈനസ് ബി പ്ലസ് സി. ബി എത്രയാ? -1, C2 -1 പ്ലസ് 2 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സോ -5 -1 -5 -1 അപ്പം നമുക്ക് എന്ത് കിട്ടി? -6 കിട്ടി. -2
ഡിവൈഡ് ബൈ -6 രണ്ടിലും സൈൻ സെയിം ആയതുകൊണ്ട് നമുക്ക് പ്ലസ് ആയിട്ട് എടുക്കാം. 2/6 വെട്ടി കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 1/3 കിട്ടി. ഇവിടെ പിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 5/6ഉം അതുപോലെ തന്നെ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1/3യും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആണ്. വിയുടെ ഫോമുല എന്താ? എ ഡി മൈനസ് ബി സി ഓൾ ഡിവൈഡ് ബൈ എ പ്ലസ് ഡി മൈനസ് ബി പ്ലസ് സി. ഇവിടെ എ ഡി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു ഡി, എ -2 ഡി -3 -2 ഇൻറ്റു -3. ഇവിടെ വരുന്നത് എന്താണ്? മൈനസ് ബി സി. മൈനസ് ബി സി എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ വരുന്നത് മൈനസ് ബി സി -1 ഇൻറ്റു 2. അപ്പോൾ എത്ര വന്നു? -1 ഇൻറ്റു 2 എന്ന് വരുമ്പോൾ നമുക്ക് വരുന്നത് -2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് -2 ഇൻറ്റു -3 നമുക്ക് 6 വന്നു. അതുപോലെ തന്നെ 6 പ്ലസ് -2 ആണ് വരുന്നത് അല്ലേ? ഇനി ഇവിടെ എന്താണ് വരുന്നത്? ഇവിടുത്തെ സൈൻ ഞാൻ തെറ്റിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ മൈനസ് ആണ് എഴുതേണ്ടത്. സോ -6 -2 ഇൻറ്റു -3 നമുക്ക് എന്ത് വരും? +6 ആണ് വരുന്നത്. -1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ -2 വരും. ഇവിടുത്തെ സിമ്പൽ മൈനസ് ആയതുകൊണ്ട് നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് +6 ഇൻറ്റു 2 വന്നു. ഇനി ഡിനോമിനേറ്റർ നോക്കാം. എ പ്ലസ് ഡി -2 പ്ലസ് -3 -2 പ്ലസ് -3 നമുക്ക് എന്ത് വരും? -5 വരും. -1 പ്ലസ് 2 -1 പ്ലസ് 2 എന്ത് വരും? 1 വരും. സോ ഇവിടെ മൈനസ് ആണ് വന്നിട്ടുള്ളത്. -5 -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -6. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് 6 പ്ലസ് 2 ഡിവൈഡ് ബൈ -6. 6 പ്ലസ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 8 ഡിവൈഡ് ബൈ -6. 8നെയും 6നെയും നമ്മൾ വെട്ടിച്ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് വരും? -4/3. ഈ -6 എന്ന് പറയുന്നത് ഞാൻ മുകളിലേക്ക് സിമ്പൽ ഇട്ടിരിക്കുകയാണ്. -4/3. ഇതാണ് നമ്മളുടെ പ്രോബബിലിറ്റി മെത്തേഡ് വെച്ചുകൊണ്ടുള്ള സൊല്യൂഷൻ. നമ്മൾ പിയും കണ്ടെത്തി, അതുപോലെ തന്നെ ക്യൂവും കണ്ടെത്തി, ഇനി വിയും കണ്ടെത്തി. ഇനി നിങ്ങൾക്ക് സ്ട്രാറ്റജി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പി എന്ന് പറയുന്നത് 5/6 ആണെങ്കിൽ, പി എന്ന് പറയുന്നത് 5/6 ആണെങ്കിൽ 1 മൈനസ് പി എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രാറ്റജി എന്തായിരിക്കും? 1/6 ആയിരിക്കും. ദാറ്റ് ഈസ് 1 മൈനസ് 5/6. നമുക്ക് എത്ര കിട്ടും? 1/6 കിട്ടും. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്തോളൂ. അതായത് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് A1P നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 5/6 കിട്ടിയിട്ടുണ്ട്. A2 സ്ട്രാറ്റജി കണ്ടുപിടിക്കാൻ 1 മൈനസ് പിയുടെ വാല്യൂ 5/6 ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് സ്ട്രാറ്റജി A2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 1/6 കിട്ടും. അപ്പം നമ്മളുടെ എ എന്ന് പറയുന്ന പ്ലേയറുടെ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? 5/6ഉം 1/6ഉം. ഇനി ബി എന്ന് പറയുന്ന പ്ലേയറുടെ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1/3 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന പ്ലേയറുടെ സെക്കൻഡ് സ്ട്രാറ്റജി B2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൈനസ് 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. അപ്പോൾ രണ്ട് സ്ട്രാറ്റജി ബി എന്ന് പറയുന്ന പ്ലേയറുടെ ഏതൊക്കെയാണ്? 1/3ഉം 2/3ഉം. അപ്പോൾ രണ്ട് സ്ട്രാറ്റജിയും ആരുടെ കിട്ടി? ബി എന്ന് പറയുന്ന പ്ലേയറുടെ കിട്ടി. വിയുടെ വാല്യൂ ഓഫ് ദ ഗെയിംസ് നമുക്ക് എത്ര വാല്യൂ കിട്ടി? -4/3 കിട്ടി. അപ്പോൾ ഈ പ്രോബബിലിറ്റി മെത്തേഡിൽ നമ്മൾ ചെയ്തത് എന്താണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന പേ ഓഫ് മെട്രിക്സിനെ ABCD ആക്കി കൺവേർട്ട് ചെയ്യുകയും ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പി എന്ന് പറയുന്ന വാല്യൂം ക്യൂ എന്ന് പറയുന്ന വാല്യൂം കണ്ടെത്തി എ എന്ന് പറയുന്ന പ്ലേയറുടെ A1 സ്ട്രാറ്റജിയും A2 സ്ട്രാറ്റജിയും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പ്ലേയറുടെ B1 എന്ന് പറയുന്ന സ്ട്രാറ്റജിയും B2 എന്ന് പറയുന്ന സ്ട്രാറ്റജിയും നമ്മൾ കണ്ടെത്തി. വി എന്ന് പറയുന്ന വാല്യൂ ഓഫ് ദി ഗെയിം കണ്ടെത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റുഡൻസിനും ഇന്ന് പറഞ്ഞിട്ടുള്ള തിയറിയും അതുപോലെ തന്നെ രണ്ട് മെത്തേഡാണ് നമ്മൾ ചെയ്തത്. പ്യുവർ സ്ട്രാറ്റജി ഗെയിംസും മിക്സഡ് സ്ട്രാറ്റജി ഗെയിംസിൽ 3 മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിലെ പ്രോബബിലിറ്റി മെത്തേഡ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സോൾവഡ് കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതൊന്നും കൂടിയും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിൽ കൂടുതലായിട്ട് പറയേണ്ടതൊന്നുമില്ല. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനിയും വരുന്നുണ്ട്. ഇത് സ്റ്റാർട്ടിങ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം കൂടുതൽ കണക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.